ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും സെൻസ് ടെക്കിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് നമുക്ക് സ്വന്തമായി എങ്ങനെ GD എൻട്രി എളുപ്പത്തിൽ എടുക്കാം എന്നതിനെക്കുറിച്ചാണ്. നമുക്കെല്ലാം പലതരം വാഹനങ്ങൾ കാണുമല്ലോ. നാം ആ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ റോഡിൽ വെച്ച് അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. പൊതുവെ അപകടം സംഭവിക്കുമ്പോൾ നാം പരിഭ്രാന്തരാകാറുമുണ്ട്, അത് സ്വാഭാവികം. എന്നാൽ നമ്മൾ ക്ലെയിമായിട്ട് ഇൻഷുറൻസ് കമ്പനി ചെല്ലുമ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ GD എൻട്രി ആവശ്യപ്പെടാറുണ്ട്. നമ്മുടെ കയ്യിൽ GD എൻട്രി കാണുകയില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് GD എൻട്രി എടുക്കാൻ മുൻകാലങ്ങളിൽ നമ്മൾ സംഭവം നടന്ന പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി അവർ പറയുന്ന സമയത്ത് വാഹനങ്ങൾ കൊണ്ട് കാണിച്ച് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് നമ്മൾ GD എൻട്രി എടുത്തിരുന്നത്. അങ്ങനെ നമ്മുടെ സമയവും നമ്മുടെ വിലപ്പെട്ട സമയവും അതുപോലെ തന്നെ നമ്മുടെ ദിവസങ്ങളും നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ മാറിയിരിക്കുന്നു. നമ്മുടെ പോലീസ് വകുപ്പ് വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു. ഇന്ന് നമുക്ക് സ്വന്തമായി തന്നെ നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ നമുക്ക് സ്വന്തമായി ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിലോ നമുക്ക് സ്വന്തമായി തന്നെ ഒരു GD എൻട്രി എടുക്കാൻ വളരെ എളുപ്പമാണ്, അപേക്ഷ കൊടുക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് GD എൻട്രിക്ക് അപേക്ഷ കൊടുക്കുന്നത് ഇന്ന് വളരെ എളുപ്പമുള്ള കാര്യമായി മാറിയിരിക്കുന്നു. ഇതിനാദ്യം നിങ്ങൾ കേരള പോലീസിൻ്റെ മൊബൈൽ ആപ്പായ പോൾ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു OTP നമ്പർ ലഭിക്കും. ഈ OTP നമ്പർ സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ പോൾ ആപ്പ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നു. അതിനുശേഷം GD ലഭിക്കുവാൻ ആപ്പിലെ റിക്വസ്റ്റ് ആക്സെൻ്റ് GD എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതിൽ നിങ്ങളുടെ പേര്, മേൽവിലാസം, മൊബൈൽ നമ്പർ, ജനന തീയതി, ഇമെയിൽ ID എന്നിവ നൽകിയ ശേഷം തിരിച്ചറിയൽ രേഖ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ആക്സിഡൻറ്റ് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയിട്ട് സംഭവ സ്ഥലത്തെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് വാഹനത്തിൻ്റെ വിവരങ്ങൾ കൊടുത്ത ശേഷം അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. അപേക്ഷ പോലീസ് പരിശോധിച്ച് GD എൻട്രി അനുവദിക്കുന്നു. ഇത് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. പോലീസിന് സംശയമുള്ള ചില സന്ദർഭങ്ങളിൽ വാഹനം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കേണ്ടി വന്നേക്കാം. അതിനുശേഷം മാത്രമേ GD എൻട്രി അനുവദിക്കൂ. തുണ വെബ് പോർട്ടൽ വഴിയും ഈ സേവനം ലഭ്യമാണ്. ഇനി നിങ്ങൾക്ക് സ്വന്തമായി ഇതൊന്നും ചെയ്യാൻ അറിയില്ലെങ്കിൽ നേരെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ ജനസേവന കേന്ദ്രത്തിലോ ചെല്ലുക. പോകുമ്പോൾ ആവശ്യമുള്ള രേഖകളും സംഭവ സമയത്തെടുത്ത ഫോട്ടോകളും കൊണ്ടുപോകാൻ മറക്കരുത്. അങ്ങനെ GD എൻട്രിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയുള്ള ബുദ്ധിമുട്ടും കാലതാമസവും ഒഴിവാക്കാവുന്നതാണ്. GD എൻട്രി കിട്ടുന്നവരെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വൈകരുത്. GD എൻട്രിക്ക് വേണ്ടി നൽകിയ അപേക്ഷ കൊടുത്താൽ മതിയാകും. GD എൻട്രി കിട്ടുന്ന മുറയ്ക്ക് ഇൻഷുറൻസ് കമ്പനി നൽകുക. എന്ത് തിരക്കുണ്ടെങ്കിലും സംഭവ ദിവസം തന്നെ GD എൻട്രിക്ക് അപേക്ഷ നൽകാൻ മറക്കാതിരിക്കുക. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകാതെ മൊബൈൽ വഴി എങ്ങനെ സ്വന്തമായി GD എൻട്രി എടുക്കാം എന്ന് മനസ്സിലേക്ക് കാണുന്ന വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.